ഇതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട് എന്നുള്ളത് കൂടി നാം കാണാതെ പോകരുത്. ഇന്നലെ തിങ്കളാഴ്ച രാത്രിയോടുകൂടി അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു, ഇന്ത്യയുമായി വ്യാപാര കരാറിന്റെ കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു, ഈ കാര്യങ്ങളിൽ ധാരണ എത്തിയിരിക്കുന്നു എന്ന്. അതിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി അദ്ദേഹം അതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് എത്തി. രണ്ടുപേരും ഫോണിൽ സംസാരിച്ച് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രാജ്യത്തെ ജനങ്ങളുമായി ബാധിക്കുന്ന ഒരു കരാറിലേക്ക് ഏർപ്പെടാൻ ഒരു ഫോൺ സംഭാഷണം മാത്രം മതിയോ? ഇന്ത്യൻ പാർലമെന്റിനെ ധരിപ്പിക്കാതെ, വിശ്വാസത്തിലെടുക്കാതെ, കൃഷി എന്നതൊരു സംസ്ഥാന വിഷയം ആയിരിക്കെ സംസ്ഥാനങ്ങളുമായി ആലോചിക്കാതെ എങ്ങനെയാണ് ഒരു ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ഏർപ്പെടുക? ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നാം കാണേണ്ടത്. ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന സ്ഥിതിയാണ്. അമേരിക്കയും പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ്. നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിലാണ് നമ്മളുടെ പാർലമെന്റ് അടക്കം എന്നുള്ളവയാണ്. ഏറ്റവും വലിയ ജനാധിപത്യം നമ്മുടെ രാജ്യത്താണെന്ന് നമ്മൾ പേർത്തും പറയുമ്പോൾ പ്രമുഖമായി ഇത്തരം കാര്യങ്ങൾ പറയുന്ന രണ്ട് ഭരണാധികാരികൾ ഫോൺ സംഭാഷണത്തിലൂടെ ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്നാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കരാറിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കരാറും ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി കേരളത്തിനയച്ച കത്തുമായിട്ട് നമുക്ക് അതിനെ കൂട്ടി വായിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഇത് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ പലതും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ഞങ്ങൾ ഈ കേരളത്തിലേക്ക് അയച്ച ഈ കത്തിനെ കാണുന്നത്. നമ്മുടെ പല മേഖലയുമായി ബന്ധപ്പെട്ട് ഉൽപാദനം കൂടുന്നത് ശരിയല്ല, മറ്റു പലരിലേക്ക് മാറുക എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് ഗോതമ്പടക്കമുള്ളവ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനുള്ളൊരു വഴികൾ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു മുന്നൊരുക്കം ഉണ്ടാക്കലായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൂടുതലായി ഇവിടെ ഇന്ത്യ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നതല്ല. അവരുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്ന ഇത്തരം മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമെന്ന്. കൂടുതൽ കാർഷിക കയറ്റുമതിക്ക് ഈ കരാർ വലിയ സാധ്യതകൾ ആവുമെന്നും ഈ കരാർ സഹായിക്കുമെന്നുമാണ് അമേരിക്കൻ അഗ്രികൾച്ചർ സെക്രട്ടറി ബ്രൂക്ക് റോളിൻസിൻ്റെതായി വന്ന വാർത്ത. മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യ മാധ്യമങ്ങൾ ബ്രൂക്ക് റോളിൻസിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കൂടുതൽ കാർഷിക കയറ്റുമതി ഉണ്ടാകുമെന്നും അത് സഹായകമാകുമെന്നുമാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ആഭ്യന്തര കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ ട്രംപും റോളിൻസും പ്രഖ്യാപിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റും കൃഷി സെക്രട്ടറിയും പ്രഖ്യാപിക്കുന്നത് നമ്മളുടെ വിപണി തുറന്നു കൊടുക്കും എന്നാണ്. ആഭ്യന്തര കാർഷിക വിപണി തുറന്നു കൊടുക്കുമെന്നാണ്. ഒരു നിഷേധക്കുറിപ്പും ഉണ്ടാവുന്നില്ല. ബന്ധപ്പെട്ട മന്ത്രി ഇക്കാര്യം കൃത്യമായി എന്നൊന്ന് അവതരിപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിനോടോ അവരുടെ കൃഷി സെക്രട്ടറി പറഞ്ഞതിനോടോ അങ്ങനെയല്ല, നമ്മുടെ കാർഷിക വിപണി തുറന്നു കൊടുക്കുന്നില്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. പരിമിതമായ തോതിലാണെങ്കിൽ പോലും ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്താൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. ഏറ്റവും വലിയ ദോഷഫലത്തിലേക്ക് ഇന്ത്യയുടെ കാർഷിക മേഖല എത്തുകയും ചെയ്യും. നമ്മുടെ ഇതുവരെയുള്ള വാദം എന്താണ്? വികസന രാജ്യങ്ങൾക്ക് സവിശേഷമായ ഒരു പരിഗണന ഉണ്ടാവണം. നമ്മൾ മറ്റ് ഏത് കരാറാണോ ഉണ്ടാവുന്നത്, വികസന രാജ്യങ്ങളെയും വികസിത രാജ്യങ്ങളെയും ഒരേപോലെ കണക്കാക്കാൻ പാടില്ല. ലെവൽ പ്ലേ ഗ്രൗണ്ടിനെ കുറിച്ചാണ് എല്ലാ കാലത്തും പറയുന്നത്. തുല്യമല്ലാത്ത രാജ്യങ്ങളെ ഒരുപോലെ കണക്കാക്കാൻ പറ്റുകയില്ല എന്നുള്ള ഇന്ത്യയുടെ വാദം എല്ലാം പോവുകയാണ്. തുല്യമല്ലാത്ത ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി കരാറിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഇത്തരം കാര്യങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വലിയ യോഗത്തെ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുമുള്ള വേദിയായി തെരഞ്ഞെടുത്തിരുന്നു എങ്കിൽ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ കരാറുണ്ടാവുകയും അതിന്റെ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നത് ആരെ ഒളിച്ചു വെക്കുന്നു, ആരെ മാറ്റി നിർത്തുന്നു? ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കരാറിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.